ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. അപ്പം അടുത്ത് തന്നെ നമ്മൾ കേരള PSCയുടെ DME എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള 20ഓളം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാനേജർ ഡസ് നോട്ട് ഹാവ് ഫോർമൽ അതോറിറ്റി, സബോർഡിനേറ്റ്സ്, followers, responsibility. ഒരു മാനേജറിന് ഇല്ലാത്തതെന്ന് പറയുന്നത് ഫോളോവേഴ്സ് ആണ്. ഒരു ലീഡറിന് എപ്പോഴും ഫോളോവേഴ്സ് കാണും. ലീഡേഴ്സ് ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരെ എംപവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാനേജറിന് സബോർഡിനേറ്റ്സ് ആണ് കാണുക. ആ ഒരു സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് മാനേജറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലീഡേഴ്സ് ഹാവ് ഫോളോവേഴ്സ്, managers have subordinates. Second question: principle of organization is A. planning, B. directing, C. taking risk, option D. authority. തന്നിരിക്കുന്നതിൽ ഒരു ഓപ്ഷൻ നമ്മൾ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option D. authority. ഇവിടെ നമുക്ക് കുറച്ച് ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞു പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി, പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കെയിലർ പ്രിൻസിപ്പിൾ, ഡെഫിനിഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ, എക്സെപ്ഷൻ, ബാലൻസ്, continuity and simplicity. Third question: all are responsibility of organization except provide a safe place for employees, create opportunities for managers, create opportunities for growth, create networking. ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതെല്ലാം ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിൽ വരാത്ത ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. The right answer is option B. Create opportunities. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് വരാത്തത്. Create opportunities for managers. Fourth question: SWOT analysis refers to option A. strength, weaknesses, opportunities, technique. Option B. strength, weaknesses, observation, technique. Option C. strength, weaknesses, opportunities, threat. Last option: strength, weaknesses, observation, technique. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. SWOTന്റെ ഫുൾ ഫോം. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി, strength, weaknesses, opportunities, threat. SWOT analysis is a framework for identifying and analyzing the internal and external factors that can have an impact on the viability of a project, product, place or person. SWOT analysis സാധാരണയായിട്ട് internal factors ഉണ്ട്, അതുപോലെ external factors ഉണ്ട്. Strength, weakness ഈ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ internal factor എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഇത് രണ്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ് അല്ലെ, അപ്പൊ അതിനെ ഇന്റേണലി എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിന്റെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ നമ്മളെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ത്രെട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിഷസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു സ്ട്രെങ്ത് ആണ്. വേറെ എവിടെയും കിട്ടാത്ത ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, അത് നമ്മളൊരു സ്ട്രെങ്ത് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അത് നമ്മളെ സ്ട്രെങ്ത് ആണ്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ കൂടുതലായിട്ട് വരാനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നമ്മളെ സ്ട്രെങ്ത് ആണ്. സ്ഥിരമായിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അത് നമ്മളെ
സ്ട്രെങ്ത് ആണ്. എങ്ങനെയാണ് നമ്മളെ സ്റ്റാഫ് കാര്യങ്ങൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നത്. അത് വളരെ നല്ല പെരുമാറ്റമാണെങ്കിൽ കസ്റ്റമർ പിന്നെയും വരും അല്ലെ, അത് നമ്മളെ സ്ട്രെങ്ത് ആണ്. അതായത് ചുരുക്കി പറഞ്ഞ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇന്റേണൽ ഫാക്ടർ നമ്മളെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഓർഗനൈസേഷന് ഒരു മുതൽക്കൂട്ടായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടോ അതിനെ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയാം. എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. ഒരു പോസിറ്റീവ് ഫാക്ടർ ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ അഡ്വാൻറ്റേജസുകളാണ് അല്ലെ. അപ്പൊ അതാണ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ വീക്ക്നെസ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നു അല്ലെ. അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ നമുക്കില്ല, എന്തൊക്കെ പോരായ്മകളാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് നമ്മളെ വീക്ക്നെസ് ആണ്. നമ്മളെ തൊട്ടടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റ് വളരെ നല്ല രീതിയിൽ നല്ല ഫുഡ് അവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒരു വെറൈറ്റി ഫുഡ് കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു, അത് നമുക്ക് ഒരു വീക്ക്നെസ് ആണ്, ശരിയല്ലേ. അതുപോലെ തന്നെ നമ്മളെ നമുക്കുള്ള സ്റ്റാഫ് കാര്യങ്ങൾ, അവരുടെ ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ ചില സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നില്ല, നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ കുറവാണ്, ഇതൊക്കെ നമ്മളെ വീക്ക്നെസ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് അവിടെ വരുന്നത്, അതിനെ നമുക്ക് വീക്ക്നെസ്സിൽ പെടുത്താൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് പോയാലും നമുക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, പുറത്തുനിന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാം അല്ലെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളെ റെസ്റ്റോറൻറ്റിന് ഒരു ആഡ് കൊടുക്കുന്നു അല്ലെ, നല്ലൊരു ആഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു ആഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തിട്ട് മാക്സിമം കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ സഹായകരമാക്കാം അല്ല, എന്തൊക്കെ അവസരങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഭാഗത്തുള്ള എക്കണോമിക്കൽ ഫാക്ടർ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ആയിക്കോട്ടെ, എങ്ങനെ നിങ്ങളെ ബിസിനസ്സിനെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, ആ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെ ഗ്രോത്ത് ഒന്നും കൂടെ പോസിറ്റീവ് ആവും. അപ്പൊ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ ആണ്. അപ്പൊ അത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്, അതൊരു പോസിറ്റീവ് ഫാക്ടർ ആണ്. അടുത്തത് ത്രെട്ട്. ത്രെട്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ്, അവരെക്കാട്ട് നമുക്ക് ബെസ്റ്റ് ആയിരിക്കണം അല്ലെ. ഇപ്പൊ കോമ്പറ്റീറ്റർ നമുക്കൊരു ത്രെട്ടാണ്, അവർ വളരെ നല്ല രീതിയിൽ കോമ്പറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ത്രെട്ടാണ്. അപ്പം അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ നല്ലൊരു രീതിയിൽ ഫുഡ് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, നല്ല സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കോമ്പറ്റീറ്റർ ആണ് അവരോട് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പൊട്ടൻഷ്യലി ഡേഞ്ചർ ആക്കുന്ന എന്ത് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ത്രെട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ ഫുഡ് ട്രെൻഡ് അല്ലെ, അല്ലെങ്കിൽ നമ്മളെ പല കാര്യങ്ങളും പല ട്രെൻഡിനെ നമ്മൾ അവിടെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു ത്രെട്ടായിട്ട് വരും. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന പ്രൊഡക്റ്റിനെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ടി വരും. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പൊ അതൊരു ത്രെട്ടാണ്. നമ്മളെ പേഴ്സണൽ ലൈഫിൽ, നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ, ഒരു ബിസിനസ് ലൈഫിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അതാണ് SWOT അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സക്സസ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയർ, management, vendor, employee. The right answer is option B, management. The diagrammatic representation of the hierarchical position of an institution is known as flow chart, bar chart, institutional chart, organizational chart. ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ
ഏറ്റവും താഴെയുള്ള എംപ്ലോയി മുതൽ അതിന്റെ ഏറ്റവും ടോപ്പർ ലെവലിലുള്ള എംപ്ലോയി വരെ അതിനെ നമ്മളൊരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ചെയ്യും അല്ലെ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ ചാർട്ട്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷണൽ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവും അല്ലെ. അവിടെ ആരൊക്കെയാണുള്ളത്, ആരൊക്കെ കീഴിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു അല്ലെ, ഓരോരുത്തരുടെ പൊസിഷൻ എന്താണ്, അവർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് അവിടുത്തെ സുപ്പീരിയേഴ്സ്, ഇങ്ങനെയുള്ള ഒരു ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഷ്വൽ ടൂളാണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എ ഡയഗ്രാം ദാറ്റ് വിഷ്വലി കൺവേസ് എ കമ്പനീസ് ഇന്റേണൽ സ്ട്രക്ചർ. നമുക്ക് ഈ ഒരു പിക്ചർ എന്ന് മനസ്സിലാവും. ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് സിഇഒ ഉണ്ട് അല്ലെ, അതിന്റെ താഴെ ചീഫ് മെഡിക്കൽ ഓഫീസേഴ്സ് വരുന്നുണ്ട്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുന്നുണ്ട്. ഇനി ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ താഴെയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അർജന്റ് കെയർ, എമർജൻസി കെയർ, ഇൻപേഷ്യന്റ് കെയർ, ഔട്ട് പേഷ്യന്റ് സർവീസ് അവിടെയൊക്കെ ഉള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ വരുന്നു. അല്ലാതെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ താഴെ ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, കമ്മ്യൂണിറ്റി റിലേഷൻസ് ഇങ്ങനെ വരും. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ചാർട്ടാണ്. അപ്പൊ അതുപോലെ ഹൈറാർക്കി ഓഫ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ പൊസിഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one of the new nurse wants to understand the channel of communication, span of control, which of the following will provide this information? Policy, organizational structure, job description, manual of procedures. ചോദിച്ചിരിക്കുന്നത് പുതിയതായിട്ട് പുതിയൊരു നഴ്സിംഗ് ഓഫീസർ ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അവിടുത്തെ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയാണെന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ ആരോടാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ കീഴിൽ ആരൊക്കെ വരുന്നു, അല്ലെങ്കിൽ ആരൊക്കെ കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്ത് വഴിയാണ് അവർക്ക് അറിയാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. The broken lines in an organizational chart reflects which of these? Formal relationship, functional relationship, official relationship, informal relationship. നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ടിൽ ഉള്ള ബ്രോക്കൺ ലൈൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഒരു ഓർഗനൈസേഷണൽ ചാർട്ടിൽ ബ്രോക്കൺ ലൈൻസ് അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെ പൊസിഷനെ കാണിക്കുന്നതിൽ സോളിഡ് ലൈൻസും കാണാറുണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓർഗനൈസേഷണൽ ചാർട്ടിലെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ വേ ആണ്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ മുകളിൽ ആരൊക്കെയാണ് ഉള്ളത്, അതായത് ഹൈറാർക്കി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചാർട്ട്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓർഗനൈസേഷണൽ ചാർട്ട്. അതിൽ സോളിഡ് ലൈൻ എന്ന് പറയുന്നത് ഫോർമൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. രണ്ട് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സോളിഡ് ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് മാനേജറെയാണ്. അതായത് ഒരു എംപ്ലോയിയുടെ പ്രൈമറി ബോസ് ആരാണോ അവരെയാണ് സോളിഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാറുള്ളത്. പക്ഷേ ഡാഷ് ലൈന് അല്ലെങ്കിൽ ബ്രോക്കൺ ലൈന്, ഡോട്ട് ലൈൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നു. അതായത് ആ ഒരു എംപ്ലോയി പ്രൈമറി ബോസുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആണ് കാണുക സോളിഡ് ലൈനിൽ. പക്ഷെ ഡോട്ട് ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി മാനേജറെയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യമായിട്ട് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് ടീമിലുള്ള എംപ്ലോയി കുറച്ചു കാലത്തേക്ക് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന്റെ അണ്ടറിലും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഇവിടെ മാർക്കറ്റിംഗ് ടീമിലെ എംപ്ലോയി ആണ്. അപ്പം ആ ആളെ പ്രൈമറി ബോസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജർ ആയിരിക്കും അല്ലെ. അപ്പൊ അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോളിഡ് ലൈൻ ഉപയോഗിക്കും. അത് ഫോർമൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ. പക്ഷെ തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന്, പ്രൊജക്ട് ആവശ്യത്തിനാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർ പോകുന്നത് എന്ന് വരുമ്പം അവിടെ പ്രൈമറി ബോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജർ ആണ്. പക്ഷെ ഈ ഒരു എംപ്ലോയിയുടെ സെക്കൻഡറി സൂപ്പർവൈസർ അപ്പം പ്രൊഡക്റ്റ് മാനേജർ ആയിരിക്കും. നമുക്കത് നോക്കാം.
ഇത് കണ്ടില്ലേ, ഇതൊരു ഓർഗനൈസേഷണൽ ചാർട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ചാർട്ടാണ്. ഇതിൽ മാർക്കറ്റിംഗ് മാനേജറിന്റെ അണ്ടറിലാണ് മാർക്കറ്റിംഗ് എംപ്ലോയി വരുന്നത് അല്ലെ. അപ്പൊ അവരെ റിലേഷൻഷിപ്പിന് ആ ഒരു ഹൈറാർക്കി ഓഫ് കമ്മ്യൂണിക്കേഷന് സോളിഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ കുറച്ചു കാലത്തോട്ട് പ്രൊഡക്റ്റ് മാനേജറിന്റെ കീഴിൽ വർക്ക് ചെയ്യാണ് ഒരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവര് ആ ഒരു ഹൈറാർക്കി ഓഫ് ഇൻഫർമേഷൻ കാണിച്ചിരിക്കുന്നത് നോക്കൂ, ഒരു ഡോട്ട് ലൈനാണ്. ഇത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, പ്രൈമറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജറിലെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡോട്ട് ലൈനിൽ പ്രൊഡക്റ്റ് മാനേജറുമായിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെക്കൻഡറി ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഒരു നമ്മൾ പറയും ഇൻഫോർമൽ റിപ്പോർട്ടിംഗ് ആണ് അവിടെ അല്ലെ. ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. The advantage of organizational chart is served as a tool for management, denotes formal relationship and channel of communication. Top level management shows informal relationship. എന്താണ് ഒരു ഓർഗനൈസേഷണൽ ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is it denotes formal relationship and channel of communication. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള ആൾക്കാരെ ഫോർമൽ റിലേഷൻഷിപ്പിനെയും ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a framework for quality care does not include care guidelines, professional standards, mission values, critical thinking. അപ്പൊ ക്വാളിറ്റി കെയറിൽ വരാത്ത ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കെയർ ഗൈഡ് ലൈൻസ് വരും, നമുക്കറിയാം. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കാണാറുണ്ട്. ക്വാളിറ്റി ഓഫ് കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ ഒരു വിഷൻ ഉണ്ടായിരിക്കണം, മിഷൻ ഉണ്ടായിരിക്കണം, വാല്യൂസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇതിൽ വരാത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ആൻസർ ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. Which assessment technique will be used for after the client has been discharged? Quality assurance, concurrent evaluation, retrospective evaluation, auditing. അപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി അല്ലെ. പോയതിനു ശേഷം നമ്മൾ അസസ് ചെയ്യുന്ന ടെക്നിക്കിന് എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലെ. റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്ന വേർഡിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ലുക്കിംഗ് ബാക്ക് എന്നാണ് അല്ലെ. എന്ന് പറയുമ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, these type of audits carried out by using records. എന്താണ് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം അല്ലെ, ഡിസ്ചാർജ് ആയി പോയതിനു ശേഷമാണ് നമ്മൾ നോക്കുന്നത് എന്താണ് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മുന്നേ നടന്നത് അല്ലെ. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറയാം നമുക്ക് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ പേഷ്യന്റിനെ കുറിച്ചുള്ള പേഷ്യന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ കേസ് ഫയല് എന്തൊക്കെയാണ് നമ്മൾ നഴ്സിംഗ് നോട്ട്സിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ, പേഷ്യന്റ് കഴിഞ്ഞുപോയ ഇൻവെസ്റ്റിഗേഷൻസ് അതെല്ലാം നമുക്ക് നോക്കിയിട്ട് അതെല്ലാം നമുക്ക് ഓഡിറ്റ്സിന് ഹെൽപ്പ് ആവുന്നതാണ്. അതായത് കഴിഞ്ഞു പോയതിനു ശേഷം പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ. Accreditation refers to one of the following: making assessment, meeting predetermined standards, making care cost effective, ensuring quality. എന്തിനാണ് നമ്മൾ അക്രഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരുപാട് ടൈപ്പ് അക്രഡിറ്റേഷൻസ് ഉണ്ട്. NABH ഉണ്ട് അല്ലെ, ISO ഉണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറയാം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കും അതിന് എന്തൊക്കെയാണ് അക്രഡിറ്റേഷൻസ് ഉള്ളത് അല്ലെ. എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ നോക്കും NABH അക്രഡിറ്റഡ് ആണോ. എന്തിനാണത്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പം അക്രഡിറ്റേഷൻ ഈസ് ഫോർമൽ റെക്കഗ്നിഷൻ ബൈ ആൻ ഇംപാർഷ്യൽ ബോഡി ദാറ്റ് ആൻ എഡ്യൂക്കേഷണൽ ഫാക്കൽറ്റി or healthcare institution has met established quality benchmark to ensure quality അല്ലെ. അപ്പൊ അവിടെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ക്വാളിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പോളിസിയെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും.
Quality Council of India sponsored accreditation system for hospitals and healthcare providers. NABH, JCI, BIS, NABET. ഇപ്പോൾ ഇന്ത്യയുടെ അക്രഡിറ്റേഷൻ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽസിനും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും വേണ്ടിയിട്ടുള്ള അത് NABH ആണ്. ആൻസർ ഈസ് NABH. Which of the following is an Indian Healthcare Accrediting Agency? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. NABH ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇത് NABHന്റെ ലോഗോ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രാവശ്യത്തെ എയിംസ് നോർസെറ്റ് എക്സാമിന് വിഷ്വൽ ഇമേജസ് ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിൽ വന്നതാണ് NABH എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് NABHന്റെ ഫുൾ ഫോം എന്നുള്ള ഓർത്തിരിക്കുക. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. Next question. Which of the following is an American Healthcare Accrediting Agency? NABH, JCI, NABET, BIS. Right answer is JCI. JCIയുടെ ആ ഒരു ലോഗോ ഒന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് JCIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ ഫോർ എവറി പേഷ്യന്റ് അക്രോസ് ദ ഗ്ലോബ് അല്ലെ. ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ പേഷ്യൻസിന്റെയും സേഫ്റ്റി അല്ലെങ്കിൽ അവരെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. Which of the following data indicates whether high quality care is being maintained? Audit, quality assurance, quality indicators, key indicators. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആണ് ഹൈ ക്വാളിറ്റി കെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്, ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഈസ് ഓഡിറ്റ് അല്ലെ. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഓഡിറ്റ് നടത്തിയിട്ടാണ്. അല്ലെ, ഓഡിറ്റ് വഴി നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ അവിടെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു മുന്നേ ഉള്ള ആ ഒരു സ്റ്റാൻഡേർഡ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ പോളിസീസിനെ പ്രോട്ടോകോൾസിനെ ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഓഡിറ്റിംഗ് വഴി മനസ്സിലാവും. The official examination of nursing records for the purpose of evaluation of nursing care. Feedback, operational management, nursing audit, record analysis. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നഴ്സിംഗ് കെയറിന്റെ ക്വാളിറ്റി എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എക്സാമിൻ ചെയ്യാറുണ്ട് അല്ലെ, അസസ് ചെയ്യാറുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതിനെന്താണ് പറയാ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നഴ്സിംഗ് ഓഡിറ്റ്. Nursing audit includes all except nursing satisfaction, nursing performance, nursing records, nursing procedures. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാം നഴ്സിംഗ് ഓഡിറ്റ്സിൽ വരുന്നതാണ്. അതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് നഴ്സിംഗ് സാറ്റിസ്ഫാക്ഷൻ. ബാക്കി എല്ലാം നഴ്സിംഗ് ഓഡിറ്റിൽ വരുന്നതാണ്. ക്വാളിറ്റി അഷ്വറൻസ് റെഫേഴ്സ് ടു സാലറീസ്, മാനേജ്മെന്റ് സ്കെയിൽസ്, റേറ്റിംഗ്സ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ്. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ്. Quality assurance refers to the process used to evaluating the patient care in a particular setting to ensure the standard are met. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ആ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ, ആ ഒരു പ്രോട്ടോകോൾസ്, പോളിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, പേഷ്യന്റ് കെയറിന് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വാളിറ്റി അഷ്വറൻസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ക്വാളിറ്റി അഷ്വറൻസിൽ സാധാരണയായിട്ട് പേഷ്യന്റ് കെയർ ഇവാലുവേറ്റ് ചെയ്യുന്നു നമ്മൾ, എന്നിട്ട് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡുമായിട്ട് അത് ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റ്സ് ആർ ഓൾ എക്സെപ്റ്റ് റിസൾട്ട്സ് ആർ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ഫോർ ഇംപ്രൂവ്മെന്റ്, can be used in all areas of nursing service, it is time consuming, nurses can be involved in conducting audits. ഇതിൽ തന്നിരിക്കുന്നതിൽ ഉൾക്കൊള്ളാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസൾട്ട്സ് ആർ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ഫോർ ഇംപ്രൂവ്മെന്റ്,
ആ ഓപ്ഷൻ ശരിയാണ്. ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് നഴ്സിംഗ് സർവീസ്, അതും ശരിയാണ്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, നഴ്സസ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് ഓഡിറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ആ ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റ് ആണ്.